ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ മത്സരത്തിൻ്റെ ഒരു മാച്ച് പ്രിവ്യൂ ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം AFC ഏഷ്യൻ കപ്പിലെ 18-ാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യ നമുക്കറിയാം ആദ്യ മത്സരം ഓസ്ട്രേലിയക്കെതിരെ 2-0 എന്നൊരു പരാജയമാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ഉസ്ബെക്കിസ്ഥാൻ സിറിയ മത്സരം നമ്മുടെ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരം അതൊരു ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ് എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം ഉസ്ബെക്കിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മസ്റ്റ് വിൻ ആയിട്ടുള്ളൊരു മത്സരം എന്ന നിലയിലാണ് അവർ സമീപിക്കുക. കാരണം അടുത്ത മത്സരം ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ടഫ് ഓപ്പോണൻസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ നമുക്ക് ആ ഒരു ഇത് ഏത് തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത. സോ അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാൻ ഉറപ്പായിട്ടും ഡെസ്പറേറ്റ് ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ. സോ ഞാൻ ഉസ്ബെക്കിസ്ഥാൻ സിറിയ മത്സരം കണ്ടിരുന്നു. ആ ഒരു മത്സരത്തിൽ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഇന്ത്യക്ക് ഉസ്ബെക്കിസ്ഥാനെതിരെ ഒരു ഡ്രോയും സിറിയക്കെതിരെ ഒരു വിജയം നേടി അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ളൊരു പ്രതീക്ഷകളെയൊക്കെ പറ്റി. പക്ഷേ ആ ഒരു മത്സരത്തിൽ സിറിയ നല്ലൊരു ഫൈറ്റാണ് കൊടുത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചില ഒറിജിൻ പ്ലേയേഴ്സ് അല്ലെങ്കിൽ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ലാറ്റിൻ അമേരിക്കയിൽ കളിക്കുന്ന 3-4 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അല്ലാത്ത ചില ഒറിജിൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഹെക്ടർ കൂപ്പർ എന്ന് പറയുന്ന പരിശീലകൻ. പിന്നെ ഹെക്ടർ കൂപ്പർ മുമ്പ് ഉസ്ബെക്കിസ്ഥാനെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഏത് രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അവരുടെ എൽഡർ ഷുമുർഡോവ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ. അദ്ദേഹം കഴിഞ്ഞൊരു മത്സരത്തിലും നല്ല ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ കളിക്കുന്നില്ല, ഒരു ഇഞ്ചറി കാരണം. അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം റോമയിൽ കളിക്കുന്ന പ്ലെയറാണ് അദ്ദേഹം. ലോണിൽ ഇപ്പം സീരിയയിൽ തന്നെ വേറൊരു ക്ലബ്ബിലാണ് കളിക്കുന്നത്. അവരുടെ ഗോൾ മെഷീൻ എന്ന് വിളിപ്പിക്കാൻ തന്നെ പറ്റുന്ന കാര്യമാണ്. അപ്പം അവരുടെ കോച്ച് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എൽഡർ ഇല്ലാത്തതും അർജൻറ്റീനയ്ക്ക് മെസ്സി ഇല്ലാത്തതുപോലെയാണ് എന്നുള്ള തരത്തിലൊക്കെ. അപ്പം അത്രയും മുമ്പോട്ടായിട്ടുള്ള പ്ലെയർ കളിക്കാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവരുടെ ഒരു ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യം കൂടി നമുക്ക് മുതലാക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഫൈസുല്ലേവ് എന്ന് പറഞ്ഞിട്ട് ഉസ്ബെക്കിസ്ഥാൻ്റെ മറ്റൊരു പ്ലെയർ ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ ഒക്കെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് 11ലേക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കളിച്ചുകൊണ്ട് ഒരു വിങ്ങറായിട്ടുള്ള ഒരു പ്ലെയറാണ്. എനിവേ ഇന്ത്യയുടെ ഒരു ലാസ്റ്റ് മാച്ചിലെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കുറച്ച് ഡിഫെൻസീവായിട്ട് കളിക്കുക, പിന്നെ ആ ഒരു കൗണ്ടർ സിറ്റുവേഷനിലേക്കൊക്കെ സെക്കൻഡ് ഹാഫിൽ പോകാനുള്ളൊരു പ്ലാനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഓസ്ട്രേലിയക്കെതിരെ. പക്ഷേ നമുക്കറിയാം ആ ഒരു കുറേ നമ്മൾ ആ ഒരു വൃത്തിക്ക് തന്നെ ചെയ്തു, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഗുർപ്രീതിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ആ മിസ്സ്, അത് നമുക്കറിയാം സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് മിനിറ്റുകൾക്കകമാണ് സംഭവിച്ചത്. അവിടെ നമുക്ക് പ്ലാൻസ് എല്ലാം ഒന്ന് മാറേണ്ടി വന്നു. എന്നാൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇപ്പം സ്റ്റിമാച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, നമ്മൾ കുറച്ചും കൂടി അറ്റാക്കിങ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് ഫൈനൽ തേർഡിൽ പാസസ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന താരങ്ങളെ ഈ ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് പറഞ്ഞിരുന്നു. ബട്ട് ഐ തിങ്ക് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഒരു ഡിഫെൻസീവ് ഒരു 60 മിനിറ്റ്സ് ഒക്കെ ഒരു ഡിഫെൻസീവ് അപ്രോച്ച് നടത്തി പിന്നൊരു പ്ലാൻ ബിയിലേക്ക് സ്റ്റിമാച്ച് പോകുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള മലേഷ്യ ജോർദൻ മാച്ച് അത് ഒരു റെഫറൻസ് ആയിട്ട് തന്നെ എടുക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തിൽ 4-0ക്കാണ് ജോർദൻ മലേഷ്യയെ പരാജയപ്പെടുത്തിയത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ജോർദൻ തന്നെയാണ് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. പക്ഷേ മലേഷ്യ ഈ ഒരു മത്സരത്തിൽ ആദ്യം മുതൽ തന്നെ ഒരു ഫുൾ പ്രസ് ചെയ്തൊരു അറ്റാക്കിംഗ് മോഡ് ചെയ്യാനായിരുന്നു അവരുടെ ഒരു പരിപാടി. പക്ഷേ ഈ ഒരു പ്രസ്സിങ് വരുന്ന സമയത്ത് ജോർദൻ അത് ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്പേസ് ഉണ്ടായി, ഡിഫൻസിൽ നല്ല സ്പേസ് ഉണ്ടായി, അത് യൂട്ടിലൈസ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ 3 ഗോളുകളാണ് അടിച്ചത്. 4 ഗോൾ ലിറ്ററലി കിട്ടേണ്ടതാണ്. ഒരെണ്ണം ജസ്റ്റ് ഒരു കൈമുട്ടോ ഒക്കെ വന്നതിൻ്റെ ഇതിലാണ് ആ ഒരു വാറ് വന്നിട്ട് പിന്നെ അതൊരു ഓഫ് സൈഡാക്കി മാറുന്നത്. സോ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ മലേഷ്യ കുറച്ചും കൂടി ഒന്ന് പിടിച്ചാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ അത്രയും ഗോൾ വഴങ്ങിയില്ല, എന്നാലും ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ 4-0ക്കാണ് ആ ഒരു മത്സരം കലാശിച്ചത്, മലേഷ്യ പരാജയപ്പെട്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ ആ ഒരു കുറച്ച് ഡിഫെൻസീവ് പിടിച്ച് കളിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് തേർഡ് പ്ലേസിലെത്തിയാലും ഒരു ചാൻസസ് അവിടെ ഉണ്ട്. സോ അത് യൂട്ടിലൈസ് ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ബിഗ് ടൂർണമെൻറ്റ്സിൽ ചിലപ്പം ചില മത്സരങ്ങൾ തോൽക്കുകയാണെങ്കിൽ പോലും നമ്മുടെ അവിടെ GD മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ചിലപ്പോൾ നമുക്ക് ഡ്രോയ്ക്ക് വേണ്ടി കളിക്കേണ്ടി വരിക, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുക എന്നുള്ളതാണ് ബ്യൂട്ടിഫുൾ ഫുട്ബോളിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ആ ഒരു രീതിയിലുള്ളൊരു അപ്രോച്ചാണ് നമ്മുടെ നാഷണൽ ടീമിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞൊരു മത്സരത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ ടെക്നിക്കലി നല്ല സൗണ്ട് ആയിട്ടുള്ളൊരു ടീമാണ്. ഈ പറഞ്ഞാൽ അവരുടെ പോരായ്മ എന്താണെന്നുള്ളത് കോച്ച് ഇതിനോടൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഉള്ള ഒരു ഗെയിം പ്ലാനോട് കൂടി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ പോലെ മലേഷ്യയൊക്കെ കാണിച്ച പോലെ ആദ്യം തന്നെ നമ്മൾ ആ ഒരു പ്രസ്സിങ്ങും അറ്റാക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും സ്പേസ് വരും. ആദ്യം തന്നെ അവർ 1-2-3 ഗോൾസൊക്കെ അടിക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നാൽ പിന്നെ കളിയിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇനി നമുക്ക് എക്സ്പെക്റ്റഡ് 11 ഒന്ന് പരിശോധിച്ചിട്ട് ബാക്കി ചില കാര്യങ്ങൾ കൂടി പറയാം. കഴിഞ്ഞൊരു മാച്ചിന് ചെറിയ 2 ചേഞ്ചസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് തന്നെ, സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് സന്ദേശ് സിംഗിനും രാഹുൽ ബൈക്കയും, റൈറ്റിൽ നിഖിൽ പൂജാരി, ലെഫ്റ്റിൽ ആകാശ് മിശ്ര കളിക്കുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി ടെക്നിക്കലി ഇതായിട്ടുള്ള ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ, അതുകൊണ്ട് അത് ആയിരിക്കും ബെറ്റർ. ആകാശ് മിശ്ര ഇടയ്ക്ക് ഇഞ്ചറി ആയെന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഫിറ്റാണ് എന്നുള്ള പിന്നീടുള്ള വാർത്തകൾ നമുക്ക് ലഭിച്ചു. സോ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ദീപക് താങ്കരിയും അപ്പൂയും, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ താപ്പയും, ആൻഡ് ലെഫ്റ്റിൽ ചാങ്ദെ, റൈറ്റിൽ മൻവീർ, ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ചേത്രി, ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ താപ്പയെ അറ്റാക്കിംഗ് മിഡ് ആ റോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം സുരേഷ് നന്നായിട്ട് കഴിഞ്ഞ മാച്ചിലൊക്കെ പ്രസ് ചെയ്യുകയും അല്ലെങ്കിൽ ഓഫ് ദ ബോളിൽ പുള്ളി നല്ലതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞാൽ കോച്ച് ഇങ്ങനെ ഒരു തീരുമാനമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന എന്നാൽ ക്രിയേറ്റീവാണ് താപ്പ. അപ്പോൾ ആ റോളിൽ ഫസ്റ്റ് 11 താപ്പ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി ആ ഒരു ഇതും കിട്ടും, എന്നാൽ ക്രിയേറ്റീവ് പാർട്ടും നന്നായിരിക്കും. അപ്പോൾ ആ നിലയ്ക്ക് താപ്പയെ കളിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നൊരു സമയത്ത് ചേഞ്ചസ് ആവശ്യമെങ്കിൽ, പറഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോരായ്മ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് കുറച്ച് ലേറ്റായിരുന്നു എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ നമുക്ക് ഒരു ചേഞ്ച് വരേണ്ട സമയത്ത്, അതായത് 60 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഗെയിം പ്ലാനിലൊക്കെ ഒരു ചേഞ്ച് വരേണ്ട ഒരു സമയത്ത് പറഞ്ഞാൽ ബ്രാൻഡനെയോ ലിസ്റ്റനെയോ അല്ലെങ്കിൽ മഹേഷിനെ പോലെയുള്ള താരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അറ്റാക്കിങ്ങിൽ തന്നെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ടൈം കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുമോ എന്നുള്ളതാണ്. എനിവേ ഈ പറഞ്ഞതുപോലെ ഉസ്ബെക്കിസ്ഥാനെതിരെ ആണെങ്കിൽ ഒരു ഡ്രോ കിട്ടിയാൽ അതൊരു നല്ല റിസൾട്ടാണ് എന്നുള്ളതാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് മാച്ച് ജയിച്ചാൽ മതി. ഉസ്ബെക്കിസ്ഥാനെതിരെ നമുക്ക് ഈ ഒരു മത്സരം ഡ്രോ ആക്കി കഴിഞ്ഞാലും ഇപ്പം അടുത്ത മത്സരം ഞാൻ പറഞ്ഞല്ലോ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു മത്സരം ഡ്രോ ആക്കിയിട്ട് അടുത്ത മത്സരം ഉസ്ബെക്കിസ്ഥാൻ ഓസ്ട്രേലിയയോട് തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് സിറിയക്കെതിരെ 1 പോയിന്റ് കിട്ടിയാലും നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സിറിയയും ഓസ്ട്രേലിയ മാച്ച് റിസൾട്ടൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒരു 2ാം സ്ഥാനത്തൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സോ നമ്മൾ അതിലൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഉസ്ബെക്കിസ്ഥാനെതിരെ ഒരു ചെറിയ മാർജിനിലാണെങ്കിൽ ഒരു വിജയമാണ്. പക്ഷേ ഫോർ മീ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു മാച്ച് മാക്സിമം നമുക്ക് 1 പോയിൻ്റെങ്കിലും നമുക്ക് നേടുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രത്യേകിച്ച് അവർക്ക് ഗോൾ സ്കോറിംഗ് ഒക്കെ പ്രശ്നങ്ങളുണ്ട്. സോ അത് നമ്മൾ മുതലാക്കുക. പിന്നെ നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. സോ കഴിഞ്ഞ മാച്ച് വരുത്തിയ പോലെ ഇൻഡിവിജ്വൽ എറേഴ്സ് മാക്സിമം ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ, ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഇനിയും നമുക്ക് 2 മത്സരങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു മത്സരം കഴിയുന്നതോടുകൂടി കുറച്ചും കൂടി എങ്ങനെയാണെന്നുള്ളൊക്കെ ഒരു പിക്ചർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായും കമൻസ് എഴുതാൻ പറ്റുക. കാണിക്കുന്ന സനിയ.